നാരായണീയം ദശകം 5 വിരാട് പുരുഷോൽപത്തി. 7-ാമത്തെ ശ്ലോകം. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാദ് സത്വാംശ ഏവാസൃജത് ജാതഃ തൈജസദോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനസ്തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോജനി ത്വദ്ബലാദ്. ഭൂമൻ വിഭോ പ്രഭോ സർവവ്യാപിൻ തവ ബലാദ് അങ്ങയുടെ ശക്തിയാൽ അങ്ങയുടെ പ്രേരണയാൽ സത്വാംശ ഏവ സാത്വികാഹങ്കാരം തന്നെയാണ് മാനസബുദ്ധി അഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന വൃത്തിയോടുകൂടിയ തത് അന്ധക്കരണം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന വൃത്തിയോടുകൂടിയ അന്ധക്കരണത്തെയും ച അസൃജത് സൃഷ്ടിച്ചത്. തൈജസതഃ ദശേന്ദ്രിയ ഗണഃ ജാതഃ തൈജസാഹങ്കാരത്തിൽ നിന്ന്, അതായത് രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും സമൂഹം സംജാതമായി. മരുത്പുരപതേ ത്വദ്ബലാദ് ഗുരുവായൂരപ്പ അങ്ങയുടെ ശക്തിയാൽ പുനഃ തത്താമസാംശാത് പിന്നെ ആ താമസാഹങ്കാരത്തിൽ നിന്ന് നഭസഹ തന്മാത്രം ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ജനിച്ചു. മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന് പറയുന്ന 4 വൃത്തികളോടുകൂടിയ അന്ധക്കരണവും സത്വാംശത്തിൽ നിന്ന് ജനിച്ചതാണ്. 10 ഇന്ദ്രിയങ്ങൾ രജോഗുണപ്രധാനമായ തൈജസാംശത്തിൽ നിന്നും ആകാശത്തിൻ്റെ സൂക്ഷ്മാംശമായ ശബ്ദതന്മാത്ര താമസാംശത്തിൽ നിന്നും ഉണ്ടായി. ഇതിനെല്ലാം കാരണം ഭഗവാന്റെ പ്രേരണ മാത്രം. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ഛാന്തഃകരണം വിഭോ തവ ബലാദ് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോജനി ത്വദ്ബലാദ്.